നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലെ മൃഗബലി ആരോപണം തള്ളി ക്ഷേത്ര സമിതി. ശിവകുമാറിന്റെ പ്രസ്താവന 100% തെറ്റാണെന്നും ദേവസ്വം ട്രസ്റ്റി ബോർഡ് അംഗം മാധവൻ. ഇന്ന് ലോക പുകയില വിരുദ്ധ ദിനം. കേരള മദ്യനിരോധന സമിതി എക്സൈസ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് IT പാർക്കുകളിൽ ഉൾപ്പെടെ മദ്യവിതരണം തുടങ്ങാനുള്ള സർക്കാർ തീരുമാനത്തിൽ പ്രതിഷേധിച്ചു. നരേന്ദ്രമോദിയുടെ ഗാന്ധി വിമർശനം. ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് KSU പ്രതിഷേധ മാർച്ച്. പ്രതിഷേധ സൂചകമായി ഗാന്ധിജിയുടെ ആത്മകഥ പ്രധാനമന്ത്രിക്ക് പോസ്റ്റലായി അയച്ചു. വാർത്തകൾ വിശദമായി. തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്ര പരിസരത്ത് മൃഗബലി നടന്നെന്ന കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിന്റെ പ്രസ്താവന തള്ളി രാജരാജേശ്വര ക്ഷേത്ര ഭരണസമിതി. DK ശിവകുമാറിന്റെ പ്രസ്താവന 100% തെറ്റാണെന്നും ദേവസ്വം ട്രസ്റ്റി ബോർഡ് അംഗം മാധവൻ വ്യക്തമാക്കി. ബ്രഹ്മപൂജകൾ മാത്രം നടക്കുന്ന ക്ഷേത്രത്തിൽ മറ്റ് ക്രിയകൾ ഒന്നും നടത്താറില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ക്ഷേത്രത്തിലോ ക്ഷേത്ര പരിസരത്തോ ക്ഷേത്രസംഹാര ശത്രുസംഹാര പൂജയോ മൃഗബലിയോ നടന്നതായി അറിയില്ല. ഇദ്ദേഹം പറഞ്ഞതുപോലെ ആടിനെയും പോത്തിനെയും അറുത്തു എന്ന് പറയുന്നതും 100% വസ്തുതാവിരുദ്ധമാണെന്നും ക്ഷേത്ര ഭരണസമിതി പറഞ്ഞു. അങ്ങനെ രഹസ്യമായി അത്തരം പ്രവൃത്തികൾ തളിപ്പറമ്പ് പ്രദേശത്ത് നടക്കാൻ സാധ്യതയില്ലെന്നും ക്ഷേത്രത്തിന്റെ പരിസരത്തെന്ന് പറഞ്ഞു ക്ഷേത്രത്തിന്റെ പേര് ഇതിലേക്ക് വലിച്ചിഴച്ചത് നിരാശാജനകമാണെന്നും ട്രസ്റ്റി അംഗം വ്യക്തമാക്കി. ക്ഷേത്രത്തിൽ നടക്കുന്നത് ബ്രഹ്മപൂജകൾ മാത്രമാണെന്നും അദ്ദേഹം വിശദീകരിച്ചു. കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിൻ്റെ ഈ പ്രസ്താവന ശരിക്ക് 100% സത്യവിരുദ്ധമാണ്. രാജരാജേശ്വര ക്ഷേത്രത്തിൽ അങ്ങനെ ഒരു ശത്രുസംഹാര പൂജ അവിടെ ഇല്ല. ആ പരിസരത്ത് എവിടെയും അദ്ദേഹം ആരോപിക്കുന്ന പോലെ ഇങ്ങനെ ആടിനെയും പോത്തിനെയൊക്കെ അറുത്തു എന്ന് പറയുന്നതും ശരിക്കും വാസ്തവവിരുദ്ധ. അവിടെ എവിടെയും അങ്ങനെ ഒരു സംഭവം ഇല്ല. നമ്മളത് കൃത്യമായിട്ട് അതിൻ്റെ പരിസന്ദേശം അന്വേഷിച്ചു. അങ്ങനെ ഉണ്ടെങ്കിൽ അത് അറിയാതിരിക്കില്ല. ആരും ഈ ബാഹ്യലോകം അറിയാത്ത ഒരു പരിപാടി നടത്താൻ തളിപ്പറമ്പൊന്നും അങ്ങനെ കഴിയില്ല, ഒരു യാഗം നടത്താനൊന്നും കഴിയില്ല. അപ്പോൾ തീർത്തും നിരാശാജനകമായ ഒരു പ്രസ്താവനയായിപ്പോയി. ക്ഷേത്രത്തിന് അതിലേക്ക് വലിച്ചിഴച്ചത്, ക്ഷേത്ര സമീപം എന്ന് പറഞ്ഞ് വലിച്ചിഴച്ചത് മോശമായിപ്പോയി എന്ന് മാത്രമേ ഇക്കാര്യത്തിൽ പറയാനുള്ളൂ. അങ്ങനെ ഒരു പൂജ നടക്കുന്ന ക്ഷേത്രമല്ല അത്. അവിടെ അങ്ങനെ ഒരു പൂജയല്ല. ഇതും എല്ലാം ബ്രാഹ്മണ പൂജകൾ മാത്രം നടക്കുന്ന ഒരു ക്ഷേത്രമാണ്. തനിക്കും സിദ്ധരാമ അയ്യർക്കുമെതിരെയാണ് യാഗം നടന്നതെന്നും കേരളത്തിലെ ഒരു ദേവസ്ഥാനത്തിനടുത്താണ് പൂജ നടത്തിയതെന്നുമാണ് ശിവകുമാർ പറഞ്ഞത്. യാഗത്തിന്റെ ഭാഗമായി 21 ആടുകൾ, 5 പോത്തുകൾ, 21 കറുത്ത ആടുകൾ, 5 പന്നികൾ എന്നിവയെ ബലി നൽകിയെന്നും ആരാണിത് ചെയ്യിപ്പിച്ചതെന്ന് തനിക്ക് അറിയാമെന്നും ശിവകുമാർ പറഞ്ഞിരുന്നു. പക്ഷേ താൻ ദൈവത്തിൽ വിശ്വസിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. DK ശിവകുമാറിന്റെ മൃഗബലി ആരോപണത്തിൽ വിവരശേഖരണത്തിനായി കർണാടക ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരും കണ്ണൂരിലെത്തിയിരുന്നു. കർണാടക സർക്കാരിനെ താഴെയിറക്കാൻ മൃഗബലി നടന്നുവെന്നാണ് DK ശിവകുമാറിന്റെ ആരോപണം. ഇതുമായി ബന്ധപ്പെട്ട വിവരശേഖരണത്തിനാണ് രഹസ്യാന്വേഷണ വിഭാഗം കണ്ണൂരിലെത്തിയത്. 5 അംഗ സംഘമാണ് അന്വേഷണത്തിനായി കണ്ണൂരിൽ എത്തിയത്. പയ്യന്നൂരും തളിപ്പറമ്പും കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. പയ്യന്നൂർ നഗരസഭ ഉളിയത്തുകടവ് ഉപ്പു സത്യാഗ്രഹ സമരകേന്ദ്രവും പരിസരവും NSS വോളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ ശുചീകരിച്ചു. ശുചീകരണ പരിപാടി നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PV സജിത ഉദ്ഘാടനം ചെയ്തു. പ്ലാസ്റ്റിക് മാലിന്യങ്ങളും കുപ്പികളും പൊതു ഇടങ്ങളിൽ വലിച്ചെറിയാതെ വൃത്തിയായി സൂക്ഷിക്കേണ്ടത് അവിടം സന്ദർശിക്കുന്നവരുടെയും ചുമതലയാണെന്ന് പുതുതലമുറയിലൂടെ പകർന്നു നൽകുകയാണ് ഇത്തരം ക്യാമ്പയിൻ പരിപാടികളിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് PV സജിത പറഞ്ഞു. പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ T വിശ്വനാഥൻ അധ്യക്ഷത വഹിച്ചു. കൗൺസിലർ വസന്ത രവി, NSS പ്രോഗ്രാം ഓഫീസർ Dr. P അജിത്ത്, നഗരസഭ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ രേഖ M, ശ്യാംകൃഷ്ണൻ OK, അജിത KV, വിധു TV എന്നിവർ സംസാരിച്ചു. മികച്ച സന്നദ്ധ സേവനത്തിന് NSS യൂണിറ്റിനുള്ള സർട്ടിഫിക്കറ്റും ചടങ്ങിൽ വിതരണം ചെയ്തു. ശുചിത്വ നഗരം, സുന്ദര നഗരം, മാലിന്യമുക്തം നവകേരളം പരിപാടിയുടെ ഭാഗമായി വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, പുഴയോര ശുചീകരണം, ജലാശയ ശുചീകരണം തുടങ്ങിയ ക്യാമ്പയിൻ പരിപാടിയുടെ ഭാഗമായി NSS പയ്യന്നൂർ കോളേജ് യൂണിറ്റ് 11ന്റെ നേതൃത്വത്തിൽ ശുചീകരിച്ചത്. പ്ലാസ്റ്റിക് മാലിന്യങ്ങളും കുപ്പികളും പൊതുവിടങ്ങളിൽ വലിച്ചെറിയാതെ വൃത്തിയായി സൂക്ഷിക്കേണ്ടത് അവിടം സന്ദർശിക്കുന്നവരുടെയും ചുമതലയാണെന്ന് പുതുതലമുറയിൽ പകർന്നു നൽകുകയാണ് ഇത്തരം ക്യാമ്പയിൻ പരിപാടിയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VV സജിത പറഞ്ഞു. NSS വളണ്ടിയർമാരോടൊപ്പം നഗരസഭാ ശുചീകരണ തൊഴിലാളികളും ശുചീകരണ പ്രവൃത്തിയിൽ പങ്കാളികളായി. SFI ലീഡേഴ്സ് മീറ്റ് കണ്ണൂർ NGO ഹാളിൽ നടന്നു. മുൻ സംസ്ഥാന സെക്രട്ടറി TV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾ അടിച്ചമർത്തലും
എന്ന് പറയാനാണ് ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ സ്വീകരിച്ചത്. ജില്ലാ പ്രസിഡന്റ് വിഷ്ണു പ്രസാദ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി PS സജീവ്, സംസ്ഥാന പ്രസിഡന്റ് A നിശാന്ത്, സെക്രട്ടറി PM ആർഷോ, അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് ഡോക്ടർ നിതീഷ് നാരായണൻ, AV രഞ്ജിത്ത് തുടങ്ങിയവർ ക്ലാസുകൾ നയിച്ചു. പുരോഗമന കലാസാഹിത്യ സംഘം വനിതാ സാഹിതി കണ്ണൂരിന്റെ നേതൃത്വത്തിൽ ശൈലജ തമ്പാന്റെ കഥാസമാഹാരം 1002 വരവ് പുസ്തക പ്രകാശനം നടന്നു. സാഹിത്യ നിരൂപകൻ EP രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ലോകത്തിലെ ആദ്യത്തെ നോവൽ എഴുതിയത് ഒരു സ്ത്രീയാണ്. ജപ്പാനീസ് ഭാഷയിലാണ്. ജപ്പാനീസ് ഭാഷയിലെ പേര് നമുക്ക് ഓർമ്മിച്ച് പറയാൻ ബുദ്ധിമുട്ടാണ്. ഇംഗ്ലീഷിൽ പറയാം ദ സ്റ്റോറി ഓഫ് ഗെൻജി. മലയാളത്തിൽ അത് സങ്കലനം വന്നിട്ടുണ്ട്, ഗെൻജിയുടെ കഥ. അത് വന്നത് വളരെ വിചിത്ര സാഹചര്യത്തിലാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് പോലെ അന്ന് താഴേക്കിടയിലുള്ള സ്ത്രീകൾക്ക് അക്ഷരാഭ്യാസം ഉണ്ടായിരുന്നില്ല. കൊട്ടാരത്തിലെ സ്ത്രീകൾക്ക് അക്ഷരാഭ്യാസം ഉണ്ട്. അങ്ങനെ ഔപചാരികമായ വിദ്യാഭ്യാസം നേടിയവരാണെങ്കിലും അവർക്ക് വായിക്കാനുള്ള പുസ്തകങ്ങൾ കൊട്ടാരത്തിൽ ലഭ്യമാക്കിയിരുന്നില്ല. സ്ത്രീകൾ വായിക്കരുത്. സ്ത്രീകൾ വായിച്ചാൽ സ്വാതന്ത്ര്യത്തിന്റെ അക്ഷരമാലകൾ, സ്വാതന്ത്ര്യത്തിന്റെ പദങ്ങൾ അവർ പരിചയപ്പെടും. ചെറുകഥാകൃത്ത് MK മനോഹരൻ പുസ്തകം ഏറ്റുവാങ്ങി. ഡോക്ടർ പ്രിയ വർഗീസ് പുസ്തക പരിചയം നടത്തി. പ്രമോദ് വെള്ളച്ചാൽ, ലതിക KK, MV ഷാജി, വർഗീസ് കളത്തിൽ, ശ്രീധരൻ സംഘമിത്ര, മനോജ് കാട്ടാമ്പള്ളി, അനിത MM, ജിഷ C ചാലിൽ എന്നിവർ സംസാരിച്ചു. ഇടവേളക്കുമ്പായി പ്രധാന വാർത്തകൾ വീണ്ടും. തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലെ മൃഗബലി ആരോപണം തള്ളി ക്ഷേത്രസമിതി. ശിവകുമാറിന്റെ പ്രസ്താവന 100% തെറ്റാണെന്നും ദേവസ്വം ട്രസ്റ്റി ബോർഡ് അംഗം മാധവൻ. ഇന്ന് ലോക പുകയില വിരുദ്ധ ദിനം. കേരള മദ്യനിരോധന സമിതി എക്സൈസ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് IT പാർക്കുകളിൽ ഉൾപ്പെടെ മദ്യവിതരണം തുടങ്ങാനുള്ള സർക്കാർ തീരുമാനത്തിൽ പ്രതിഷേധിച്ചു. നരേന്ദ്രമോദിയുടെ ഗാന്ധി വിമർശനം. ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് KSU പ്രതിഷേധ മാർച്ച്. പ്രതിഷേധ സൂചകമായി ഗാന്ധിജിയുടെ ആത്മകഥ പ്രധാനമന്ത്രിക്ക് പോസ്റ്റലായി അയച്ചു. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിങ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC+2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്. കോസ്മെറ്റോളജി രംഗത്ത് ഏറ്റവും മികവുറ്റ കോഴ്സുകളുമായി GITD 17ാം വർഷത്തിലേക്ക്. 100% പ്രാക്ടിക്കൽ ഓറിയന്റഡ് ട്രെയിനിങ്, ഏറ്റവും പുതിയ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള പഠനം, പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനർ ഷോ GITDയുടെ മാത്രം പ്രത്യേകതയാണ്. GITD വനിതകളുടെ വിജയത്തിന്റെ വഴികാട്ടി. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷോറൂം, 5 നിലകൾ, 10,000 സ്ക്വയർ ഫീറ്റ് പാർക്കിംഗ്. മൈജി ഫ്യൂച്ചർ കണ്ണൂർ താണയിൽ. ഹോം അപ്ലയൻസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ, കിച്ചൺ അപ്ലയൻസ് എന്നിവയുടെ കണ്ണു തള്ളുന്ന കളക്ഷൻ, കണ്ണു തള്ളുന്ന വിലക്കുറവിലും ഓഫറുകളിലും. കണ്ണു തള്ളുന്ന ഷോപ്പിംഗ് എക്സ്പീരിയൻസുമായി മൈജിയുടെ ബിഗ്ഗസ്റ്റ് ഫ്യൂച്ചർ ഷോറൂം.
കണ്ണൂർ താണയിൽ. നമ്മുടെ കണ്ണൂരിന്റെ ഫ്യൂച്ചർ ഇനി വേറൊരു റേഞ്ച് ആവുകയാണ്. ഹോം അപ്ലയൻസസിന്റെയും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിന്റെയും ഇതുവരെ കാണാത്ത കളക്ഷനുമായി മൈജി ഫ്യൂച്ചർ ഇപ്പോൾ കണ്ണൂർ താണയിൽ. കണ്ണൂരിന്റെ കണ്ണു തള്ളും. ആഘോഷങ്ങൾ എന്നും ഓർമ്മിക്കപ്പെടേണ്ടവയാണ്. അതിനെ മനോഹരമാക്കാൻ ലോകം അംഗീകരിച്ച റെസ്പോൺസിബിൾ ജ്വല്ലറായ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന സ്വർണ്ണ വിസ്മയം. വരൂ, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നേതാജി റോഡ് ഷോറൂമിൽ നിന്നും ന്യൂ ബസ് സ്റ്റാൻഡ് താവക്കരയിലെ നവീകരിച്ച ഈ സ്വർണ്ണ ശേഖരത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ലോകോത്തര നിലവാരമുള്ള ഷോപ്പിംഗ് അനുഭവത്തിനൊപ്പം 2% മുതൽ മേക്കിംഗ് ചാർജിൽ തുടങ്ങുന്ന ആഭരണങ്ങളുടെ ഏറ്റവും വലിയ നിര. കൂടാതെ മനസ്സിനിണങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ ലളിതമായ തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കാൻ ഗോൾഡൻ ബ്ലൂം, ഗോൾഡൻ ഗ്ലോ സ്കീമുകൾക്കൊപ്പം വിലയുടെ വെറും 3% മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാനുള്ള സൗകര്യമൊരുക്കി എല്ലാ ഞായറാഴ്ചകളിലും നിങ്ങൾക്കായി തുറന്നു പ്രവർത്തിക്കുന്നു മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വാർത്തകൾ തുടരുന്നു. സംസ്ഥാനത്തെ IT പാർക്കുകളിൽ ഉൾപ്പെടെ മദ്യവിതരണം തുടങ്ങാൻ ഒരുങ്ങുന്ന കേരള സർക്കാരിന്റെ മദ്യനയത്തിനെതിരെ കേരള മദ്യനിരോധന സമിതി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ എക്സൈസ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. മഹാത്മാ മന്ദിരത്തിന് മുന്നിൽ നിന്ന് ആരംഭിച്ച മാർച്ച് മേയർ മുസ്ലിം മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു. അതിനെ മറപിടിച്ചുകൊണ്ട് പൈസക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പുറത്തെല്ലാം ഈ നിരാഹാരമെല്ലാം ഇരിക്കുന്നവരും സമര നേതാക്കളും കാലാകാലമായിട്ട് കൊല്ലങ്ങളായി കേളപ്ജി എല്ലാം പറഞ്ഞുകൊണ്ട് ഇത് കേരളത്തെ നശിപ്പിക്കുന്നു. ഇത് കണ്ടും പഠിക്കാത്തവർ ഈ ഭരണത്തെയും ജനങ്ങളെയും കൊഞ്ഞനം കാട്ടുന്നവർക്കെതിരെ ധീരമായിട്ട് പ്രതികരിക്കുകയും അതിനെതിരെ അതിശക്തമായ സമരം തുടരുവാൻ ഈ മദ്യനിരോധന സമിതിക്ക് ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് IC മേരി അധ്യക്ഷത വഹിച്ചു. മദ്യനിരോധന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് RT ശശികല മുഖ്യപ്രഭാഷണം നടത്തി. റിജു ആന്റണി, പങ്കജവല്ലി, പ്രസന്ന ലോഹിതാക്ഷൻ, OV തോമസ്, KG വർഗീസ്, ഫിലിക്സ് ജോർജ്, പ്രമീള രാജൻ, മഹാത്മാ മന്ദിരം സെക്രട്ടറി C സുനിൽ, അഡ്വക്കേറ്റ് ദേവദാസ്, പള്ളിപ്പുറം പ്രസന്നൻ എന്നിവർ സംസാരിച്ചു. കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീജിത്ത്, കണ്ണൂർ താലൂക്ക് പ്രസിഡന്റ് മധു കക്കാട് തുടങ്ങിയവർ പങ്കെടുത്തു. പിലാത്തറ ബീവറേജ് ഔട്ട്ലെറ്റ് അടച്ചുപൂട്ടുക, ലഹരി മാഫിയകളുമായി കൂട്ടുകൂടുന്ന നിയമപാലകരെ മര്യാദയ്ക്ക് നിർത്തുക, വീര്യം കുറഞ്ഞ മദ്യം ഫെമി എന്ന ഓമന പേരിൽ ഉൽപ്പാദിപ്പിക്കാനുള്ള ശ്രമത്തിൽ നിന്നും സർക്കാർ പിന്തിരിയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ലോക പുകയില രഹിത ദിനത്തിൽ കേരള മദ്യനിരോധന സമിതി പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. മാർച്ചിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. ലോക പുകയില വിരുദ്ധ ദിനാചരണത്തോടനുബന്ധിച്ച് ഇരിവേരി CHCയുടെ ആഭിമുഖ്യത്തിൽ AKG നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾക്കായി ഇരിവേരി CHCയിൽ സെമിനാർ സംഘടിപ്പിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ K മായ ഉദ്ഘാടനം ചെയ്തു. എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ വെറുതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നേരത്തെ ചെയ്യുന്നുണ്ട്. കാര്യം നമ്മൾ പോയിട്ട് ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട്, ക്ലോറിനേഷൻ കാര്യങ്ങൾ ഇപ്പോൾ നമുക്കറിയാമല്ലോ. പോയിട്ട് നമ്മളിപ്പോൾ അതുപോലെ തന്നെ ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുത്തിട്ട് തിളപ്പിച്ചറിയിപ്പോൾ ആ ഒരു സമ്മറിൻ്റെ സീസണിൽ ഈ സമയത്തല്ലേ ഇനിയിപ്പോൾ ഇങ്ങനെയുള്ള അസുഖങ്ങൾ വരാം, ലെപ്റ്റോ വരാം. അപ്പോൾ അതിന് നമ്മൾ ഡോക്സി ടാബ്ലറ്റ് പ്രൊഫൈലാക്സിസ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആ പ്രിവെൻറ്റീവ് നമ്മൾ കൂടുതൽ പ്രിവെൻറ്റീവിലാണ് നോക്കുന്നത്. അഥവാ വന്നു കഴിഞ്ഞാൽ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ വരുന്നത് അത്രയും വിജിലൻ്റായിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. ഏതെങ്കിലും ഒരു അസുഖങ്ങൾ വരുന്നുണ്ടോ എന്ന് നമ്മൾ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ വന്നു കഴിഞ്ഞിട്ട് അവിടുത്തെ ബാക്കി പ്രിവെൻറ്റീവ് മെഷേഴ്സ് എല്ലാം HIVകളാണ് ചെയ്യുന്നത്. ക്ലോറിനേഷൻ്റെ കാര്യം അപ്പോൾ അതിൻ്റെ താഴെയായിട്ട് നമുക്ക് ആശാവർക്കർ എന്നുള്ളൊരു ഗ്രൂപ്പുണ്ട്. അപ്പോൾ ശരിക്കും നമ്മൾ ഗ്രാസ് റൂട്ട് ലെവലിലെ വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ആശാ വർക്കേഴ്സാണ്. അപ്പോൾ ഒരു വാർഡിന് ഒരു ആശാ വർക്കറാണുള്ളത്. അപ്പോൾ ഈ ആശാ വർക്കർ ആ വാർഡിലുള്ള എല്ലാ വീടുകളും വിസിറ്റ് ചെയ്ത് അവിടെ എന്തെങ്കിലും കമ്മ്യൂണിറ്റി ഡിസീസ് ഉണ്ടോ, ഫീവർ ഉണ്ടോ, അതല്ലെങ്കിൽ അവിടെ NCV നമുക്ക് മെയിനായിട്ട് NCVയാണ് ഇപ്പോൾ കൂടി കൊടുക്കുന്നത്. അപ്പോൾ NCVക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ 30 വയസ്സിന് മേലെയുള്ള എല്ലാ ആൾക്കാരെയും തന്നെ പ്രഷറും ഷുഗറും എല്ലാം ചെക്ക് ചെയ്യും. ഹെൽത്ത് ഇൻസ്പെക്ടർ KT ബിന്ദു ബോധവൽക്കരണ ക്ലാസ് നടത്തി. AKG നഴ്സിംഗ് കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ സുബിൻ ഷെല്ലി പുകയില വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. K വിജിഷ, അനുശ്രീ രാജ്, ശ്രേയ കൊല്ലനണ്ടി, T ശിവദാസൻ തുടങ്ങിയവർ സംസാരിച്ചു. യുണൈറ്റഡ് മർച്ചന്റ്സിന്റെ UMC ജില്ലാ സമ്മേളനവും പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും ജൂൺ 2 നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഞായറാഴ്ച കാലത്ത് 11 മണിക്ക് താണ നോളജ് സെന്റർ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് ജോബി V ചുങ്കത്ത് ഉദ്ഘാടനം ചെയ്യും.
ജില്ലയിലെ യൂണിറ്റുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 250 പരം ജില്ലാ കൌൺസിൽ അംഗങ്ങൾ പങ്കെടുക്കും. നിലവിൽ വ്യാപാരികൾക്ക് പ്രതികൂലമായ സമീപനങ്ങളാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്നും ഇത് തന്നെയാണ് പല കച്ചവട സ്ഥാപനങ്ങളും പൂട്ടിപ്പോകാനുള്ള കാരണമെന്നും ജില്ലാ പ്രസിഡന്റ് TF സെബാസ്റ്റ്യൻ പറഞ്ഞു. 2022-24 വർഷത്തേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ആ കാലയളവിൽ നിലവിൽ സംസ്ഥാനത്ത് 9 ജില്ലകളിലാണ് സംഘടനയ്ക്ക് ജില്ലാ കമ്മിറ്റികളും യൂണിറ്റ് കമ്മിറ്റികളും ഉണ്ടായിരുന്നത്. 2022-24 ശേഷം ഇപ്പോൾ സംഘടനയുടെ തെരഞ്ഞെടുപ്പ് കാലഘട്ടമാണ്. യൂണിറ്റുകളുടെ തെരഞ്ഞെടുപ്പുകൾ സംസ്ഥാനത്തുടനീളം പൂർത്തീകരിച്ചു കഴിഞ്ഞു. ജൂൺ മാസം മുതൽ ജില്ലാ സമ്മേളനങ്ങൾ നടത്തി തെരഞ്ഞെടുപ്പുകൾ നടക്കുക. അതിൻ്റെ ഭാഗമായിട്ട് കണ്ണൂർ ജില്ലയിൽ ജൂൺ 2-ാം തീയതി, അതായത് മറ്റന്നാൾ ഞായറാഴ്ച, കണ്ണൂരിലെ താണയിലുള്ള നോളജ് സെൻറ്റർ ഓഡിറ്റോറിയത്തിൽ ജില്ലയുടെ വിവിധ യൂണിറ്റുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഏകദേശം 250-ലധികം വരുന്ന ജില്ലാ കൗൺസിലർമാർ സമ്മേളിച്ചുകൊണ്ട് 2022-24 വർഷത്തെ ഭാരവാഹികളെ തെരഞ്ഞെടുക്കുകയാണ്. സെക്രട്ടറി ചിറക്കൽ ബുഷറ, ഷിനോജ് നരിതൂക്കിൽ, PV മനോഹരൻ, KM ബഷീർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. തലശ്ശേരിയിൽ ബോട്ടിൽ കടലിൽ കുടുങ്ങിയ മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തി. കോസ്റ്റൽ പോലീസും മറ്റു മത്സ്യത്തൊഴിലാളികളും ചേർന്നാണ് കടലിൽ കുടുങ്ങിയ മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തിയത്. പുലർച്ചെ 1 മണിയോടെയാണ് ബോട്ടിൽ ഉണ്ടായിരുന്നവരെ രക്ഷപ്പെടുത്തിയത്. മാഹിയിൽ നിന്നും 10 നോട്ടിക്കൽ മൈൽ അകലെയാണ് രക്ഷാപ്രവർത്തനം നടന്നത്. മത്സ്യബന്ധന ബോട്ടിൽ പോയാണ് കോസ്റ്റൽ പോലീസ് രക്ഷാപ്രവർത്തനം നടത്തിയത്. മത്സ്യബന്ധന തൊഴിലാളികളും രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി. മലപ്പുറം സ്വദേശികളായ നൌഫൽ, ജലാൽ എന്നിവരായിരുന്നു ബോട്ടിലുണ്ടായിരുന്നത്. ഇരുവരെയും ചികിത്സയ്ക്കായി തലശ്ശേരി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രക്ഷാപ്രവർത്തനത്തിന് പലപ്പോഴും കാറ്റ് വെല്ലുവിളിയായിരുന്നു. നേരത്തെ ഹെലികോപ്റ്റർ ഉപയോഗിച്ച് എയർലിഫ്റ്റിംഗിന് ശ്രമിച്ചുവെങ്കിലും ശക്തമായ കാറ്റുള്ളതിനാൽ സാധിച്ചിരുന്നില്ല. റെസ്ക്യൂ ബോട്ടുകൾക്കും ഇവരുടെ സമീപം എത്താനായില്ല. തുടർന്നാണ് മത്സ്യബന്ധന ബോട്ട് ഉപയോഗിച്ച് തന്നെ രക്ഷാപ്രവർത്തനം നടത്തിയത്. നീലേശ്വരത്തു നിന്നും താനൂരിലേക്ക് പോവുകയായിരുന്ന ബോട്ടാണ് യന്ത്രത്തകരാർ മൂലം കടലിൽ കുടുങ്ങിയത്. ഒരു ഇടവേള കൂടി. ഇടവേളക്കുമ്പായി പ്രധാന വാർത്തകൾ വീണ്ടും. തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലെ മൃഗബലി ആരോപണം തള്ളി ക്ഷേത്രസമിതി. ശിവകുമാറിന്റെ പ്രസ്താവന 100% തെറ്റാണെന്നും ദേവസ്വം ട്രസ്റ്റി ബോർഡ് അംഗം മാധവൻ. ഇന്ന് ലോക പുകയില വിരുദ്ധ ദിനം. കേരള മദ്യനിരോധന സമിതി എക്സൈസ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് IT പാർക്കുകളിൽ ഉൾപ്പെടെ മദ്യവിതരണം തുടങ്ങാനുള്ള സർക്കാർ തീരുമാനത്തിൽ പ്രതിഷേധിച്ചു. നരേന്ദ്രമോദിയുടെ ഗാന്ധി വിമർശനം. ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് KSU പ്രതിഷേധ മാർച്ച്. പ്രതിഷേധ സൂചകമായി ഗാന്ധിജിയുടെ ആത്മകഥ പ്രധാനമന്ത്രിക്ക് പോസ്റ്റലായി അയച്ചു. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിങ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC+2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്. കോസ്മെറ്റോളജി രംഗത്ത് ഏറ്റവും മികവുറ്റ കോഴ്സുകളുമായി GITD 17ാം വർഷത്തിലേക്ക്. 100% പ്രാക്ടിക്കൽ ഓറിയന്റഡ് ട്രെയിനിങ്, ഏറ്റവും പുതിയ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള പഠനം, പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനർ ഷോ GITDയുടെ മാത്രം പ്രത്യേകതയാണ്. GITD വനിതകളുടെ വിജയത്തിന്റെ വഴികാട്ടി. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. Thank you.
ഇരവിക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷോറൂം, 5 നിലകൾ, 10,000 സ്ക്വയർ ഫീറ്റ് പാർക്കിംഗ്. മൈജി ഫ്യൂച്ചർ കണ്ണൂർ താണയിൽ. ഹോം അപ്ലയൻസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ, കിച്ചൺ അപ്ലയൻസ് എന്നിവയുടെ കണ്ണു തള്ളുന്ന കളക്ഷൻ, കണ്ണു തള്ളുന്ന വിലക്കുറവിലും ഓഫറുകളിലും. കണ്ണു തള്ളുന്ന ഷോപ്പിംഗ് എക്സ്പീരിയൻസുമായി മൈജിയുടെ ബിഗ്ഗസ്റ്റ് ഫ്യൂച്ചർ ഷോറൂം കണ്ണൂർ താണയിൽ. നമ്മുടെ കണ്ണൂരിന്റെ ഫ്യൂച്ചർ ഇനി വേറൊരു റേഞ്ച് ആവുകയാണ്. ഹോം അപ്ലയൻസസിന്റെയും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിന്റെയും ഇതുവരെ കാണാത്ത കളക്ഷനുമായി മൈജി ഫ്യൂച്ചർ ഇപ്പോൾ കണ്ണൂർ താണയിൽ. കണ്ണൂരിന്റെ കണ്ണു തള്ളും. ആഘോഷങ്ങൾ എന്നും ഓർമ്മിക്കപ്പെടേണ്ടവയാണ്. അതിനെ മനോഹരമാക്കാൻ ലോകം അംഗീകരിച്ച റെസ്പോൺസിബിൾ ജ്വല്ലറായ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന സ്വർണ്ണ വിസ്മയം. വരൂ, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നേതാജി റോഡ് ഷോറൂമിൽ നിന്നും ന്യൂ ബസ് സ്റ്റാൻഡ് താവക്കരയിലെ നവീകരിച്ച ഈ സ്വർണ്ണ ശേഖരത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ലോകോത്തര നിലവാരമുള്ള ഷോപ്പിംഗ് അനുഭവത്തിനൊപ്പം 2.5% മുതൽ മേക്കിംഗ് ചാർജിൽ തുടങ്ങുന്ന ആഭരണങ്ങളുടെ ഏറ്റവും വലിയ നിര. കൂടാതെ മനസ്സിനിണങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ ലളിതമായ തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കാൻ ഗോൾഡൻ ബ്ലൂം, ഗോൾഡൻ ഗ്ലോ സ്കീമുകൾക്കൊപ്പം വിലയുടെ വെറും 3% മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാനുള്ള സൗകര്യമൊരുക്കി എല്ലാ ഞായറാഴ്ചകളിലും നിങ്ങൾക്കായി തുറന്നു പ്രവർത്തിക്കുന്നു മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വാർത്തകൾ തുടരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഗാന്ധി വിമർശനം. കണ്ണൂരിൽ KSU പ്രതിഷേധം. കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് KSU പ്രവർത്തകർ മാർച്ച് നടത്തി. ജില്ലാ പ്രസിഡന്റ് MC അതുലിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. നരേന്ദ്രമോദി, ആ നരേന്ദ്രമോദി ഇന്ത്യയിലെ ഇത്രയും കാലഘട്ടത്തിനിടയിലെ പ്രധാനമന്ത്രിമാരെ ഒക്കെ തന്നെ അപമാനിക്കുന്ന നിലയിൽ, നാണിപ്പിക്കുന്ന നിലയിലുള്ള ഒരു പ്രസ്താവനയുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇന്ത്യയുടെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധി, ഒരുപാട് പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള നമ്മുടെ മഹാത്മാഗാന്ധി, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് പുതിയ ദിശാബോധം നൽകിയിട്ടുള്ള നമ്മുടെ മഹാത്മാഗാന്ധി, ആ മഹാത്മാഗാന്ധി ഗ്രാമങ്ങൾ മുഴുവൻ നടന്നേങ്ങിക്കൊണ്ട് ഈ ഇന്ത്യൻ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താൻ, ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രത്തെ കെട്ടിപ്പടുക്കുവാൻ, സ്വാതന്ത്ര്യ സമരത്തിലേക്ക് സാധാരണക്കാരായിട്ടുള്ള പട്ടിണിപ്പാവങ്ങളെ അടക്കം തന്നെ ഉൾക്കൊള്ളിക്കുവാൻ വേണ്ടിയിട്ട് അഹോരാത്രം പ്രയത്നിച്ചിട്ടുള്ള ആ ഹൃദയത്തിൽ സ്ഥാനമുള്ള നമ്മുടെയൊക്കെ തന്നെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി, ആ മഹാത്മാഗാന്ധിയെ ഈ നാടിനകത്തുള്ള ആളുകൾക്കറിയില്ല. ഗാന്ധി എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയതിന് ശേഷമാണ് ഗാന്ധിയെ ലോകം അറിയാൻ വേണ്ടി തുടങ്ങിയത് എന്ന് പറയുന്ന നരേന്ദ്രമോദിയുടെ ഈ പ്രസ്താവനയും പരാമർശവും ഈ നാടിന് തന്നെ അപമാനമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് എന്ന് പറയുന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഗാന്ധിജിയെ അറിയാത്ത പ്രധാനമന്ത്രി ഗാന്ധിജിയുടെ ആത്മകഥ വായിച്ചു പഠിക്കട്ടെ എന്ന് KSU പ്രവർത്തകർ പറഞ്ഞു. KSU ജില്ലാ പ്രസിഡന്റ് MC അതുലിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം നടത്തിയത്. മാർച്ച് നടത്തിയ പ്രവർത്തകർ മഹാത്മാഗാന്ധിയുടെ ആത്മകഥ പ്രധാനമന്ത്രിക്ക് പോസ്റ്റലായി അയച്ച് പ്രതിഷേധിച്ചു. കണ്ണൂർ വിമാനത്താവളത്തിൽ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയ ക്യാബിൻ ക്രൂ പിടിയിൽ. കൊൽക്കത്ത സ്വദേശിയായ എയർ ഇന്ത്യ എക്സ്പ്രസിലെ ക്യാബിൻ ക്രൂ സുരഭി ഖത്തൂനാണ് പിടിയിലായത്. ഇവരിൽ നിന്ന് അനധികൃതമായി കടത്താൻ ശ്രമിച്ച 960 ഗ്രാം സ്വർണവും കണ്ടെത്തിയിട്ടുണ്ട്. കേരളം ആസ്ഥാനമായുള്ള കവർച്ചാ സംഘമാണ് ഇവരുടെ പിന്നിലെന്നാണ് സൂചന. ഇവർ മുൻപും പലതവണ സ്വർണം കടത്തിയ സംഭവങ്ങൾ ഉണ്ടായിരുന്നതായും വിവരം ലഭിച്ചിട്ടുണ്ട്. തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലെ മൃഗബലി ആരോപണം തള്ളി ക്ഷേത്രസമിതി. ശിവകുമാറിന്റെ പ്രസ്താവന 100% തെറ്റാണെന്നും ദേവസ്വം ട്രസ്റ്റി ബോർഡ് അംഗം മാധവൻ. ഇന്ന് ലോക പുകയില വിരുദ്ധ ദിനം. കേരള മദ്യനിരോധന സമിതി എക്സൈസ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് IT പാർക്കുകളിൽ ഉൾപ്പെടെ മദ്യവിതരണം തുടങ്ങാനുള്ള സർക്കാർ തീരുമാനത്തിൽ പ്രതിഷേധിച്ചു. നരേന്ദ്രമോദിയുടെ ഗാന്ധി വിമർശനം. ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് KSU പ്രതിഷേധ മാർച്ച്. പ്രതിഷേധ സൂചകമായി ഗാന്ധിജിയുടെ ആത്മകഥ പ്രധാനമന്ത്രിക്ക് പോസ്റ്റലായി അയച്ചു. ഏഷ്യയിലെ ഏറ്റവും വലിയ സ്ത്രീ ശാക്തീകരണ പ്രസ്ഥാനമായ കുടുംബശ്രീയുടെ അരങ്ങ് 24 ജില്ലാ കലോത്സവം സമാപിച്ചു. 2 ദിവസങ്ങളിലായി പട്ടാന്നൂർ KPHSSൽ നടന്ന പരിപാടിയിൽ കണ്ണൂർ കോർപ്പറേഷൻ 3ാം സ്ഥാനം കരസ്ഥമാക്കി. ആകെ 49 മത്സര ഇനങ്ങൾ. അതിൽ അയൽക്കൂട്ടം, ഓക്സിലറി വിഭാഗങ്ങളിലായി പ്രത്യേക മത്സരങ്ങൾ. തബല, ട്രിപ്പിൾ ജാസ്, ഭരതനാട്യം, നാടോടി നൃത്തം, തിരുവാതിര, സംഘനൃത്തം, ഒപ്പന, മോണോ ആക്ട്, കഥാപ്രസംഗം,
മിമിക്രി, ചവിട്ടുനാടകം, നാടകം തുടങ്ങി സ്റ്റേജ് മത്സരങ്ങൾ, വിവിധ ഭാഷകളിലുള്ള കഥാ, കവിതാ, രചനാ മത്സരങ്ങൾ, കാർട്ടൂൺ, കൊളാഷ്, ചിത്രരചന തുടങ്ങി സ്റ്റേജിതര മത്സരങ്ങൾ വേറെയും നൃത്ത ഇനങ്ങൾ വേറെയും ഉണ്ടായിരുന്നു. അപ്പീൽ നേടി ജില്ലാ മത്സരത്തിൽ എത്തിയവരും ഉണ്ടായിരുന്നു. നിറഞ്ഞ സദസ്സിന് മുന്നിൽ തദ്ദേശ സ്ഥാപനങ്ങൾ തമ്മിലാണ് ജില്ലാ മത്സരം നടന്നത്. എല്ലാ മത്സരങ്ങൾക്കും മികച്ച തദ്ദേശ സ്ഥാപനങ്ങൾക്കും ഇരുവിഭാഗങ്ങളിൽ നിന്നുമായി മത്സരാർത്ഥികളുണ്ട്. മത്സരം വിലയിരുത്താൻ പ്രമുഖ വിധികർത്താക്കൾ ആണ് എത്തിയത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ദിവ്യയാണ് ഉദ്ഘാടനം ചെയ്തത്. കൂടാളി പഞ്ചായത്ത് പ്രസിഡന്റ് PK ഷൈമ അധ്യക്ഷത വഹിച്ചു. പ്രശസ്ത നാടക നടി രജനി മേലൂർ മുഖ്യ അതിഥിയായിരുന്നു. അയൽക്കൂട്ട വിഭാഗത്തിൽ 42 പോയിന്റുമായി മട്ടന്നൂർ നഗരസഭ ജേതാക്കളായി. 36 പോയിന്റുമായി ഉളിക്കൽ പഞ്ചായത്ത് 2ാം സ്ഥാനവും 30 പോയിന്റുമായി കണ്ണൂർ കോർപ്പറേഷൻ 3ാം സ്ഥാനവും നേടി. ഓക്സിലറി വിഭാഗത്തിൽ 61 പോയിന്റുകളുമായി ഉളിക്കൽ പഞ്ചായത്ത് ജേതാക്കളായി. 28 പോയിന്റുമായി കരിവള്ളൂർ പഞ്ചായത്ത് 2ാം സ്ഥാനവും 23 പോയിന്റുമായി അഞ്ചരക്കണ്ടി പഞ്ചായത്ത് 3ാം സ്ഥാനവും നേടി. പൊതുസ്ഥലത്ത് മാലിന്യം നിക്ഷേപിച്ച ആക്രി സ്ഥാപനത്തെ കൊണ്ട് മാലിന്യം തിരിച്ചെടുപ്പിച്ച് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ്. ചാലോട്ടിലെ മുരുകേശ ട്രേഡേഴ്സ് എന്ന ആക്രി കച്ചവടം നടത്തുന്ന സ്ഥാപനത്തെ കൊണ്ടാണ് നിക്ഷേപിച്ച മാലിന്യം തിരികെ എടുപ്പിച്ചത്. സ്ഥാപനത്തിന് 10,000 രൂപ പിഴ ചുമത്തിയിട്ടുണ്ട്. മയ്യിൽ പഞ്ചായത്ത് പരിധിയിലെ 16ാം വാർഡിലെ കരിങ്കൽക്കുഴി പറശ്ശിനി റോഡിൽ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്താണ് കഴിഞ്ഞ 2 മാസത്തിലധികമായി തള്ളിയ മാലിന്യം ചാലോടിലെ മുരുകേശ ട്രേഡേഴ്സ് എന്ന ആക്രി കച്ചവടം നടത്തുന്ന സ്ഥാപനത്തെ കൊണ്ട് സ്ക്വാഡ് തിരിച്ചെടുപ്പിച്ചത്. പ്രസ്തുത സ്ഥാപനത്തിലെ റിജക്റ്റഡ് കാറ്റഗറിയിൽ വരുന്ന മാലിന്യമാണ് പൊതുവെ ആരും ശ്രദ്ധിക്കാത്ത സ്ഥലത്ത് സ്ഥിരമായി തള്ളിയിരുന്നത്. സ്ഥാപനത്തിന് 10,000 രൂപ പിഴ ചുമത്തി സ്ക്വാഡ് മാലിന്യം തിരിച്ചെടുപ്പിച്ചു. മാലിന്യ ചാക്കുകളിൽ നിന്നും കണ്ടെടുത്ത തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പട്ടാനൂർ ചാലോട് ഭാഗത്തെ വിവിധ സ്ഥാപനങ്ങളിലെയും വ്യക്തികളുടെയുമാണ് മാലിന്യമെന്ന് സ്ക്വാഡ് കണ്ടെത്തിയത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നടത്തിയ വിശദമായ അന്വേഷണത്തിൽ പ്രസ്തുത മാലിന്യങ്ങൾ വ്യക്തികൾ നേരിട്ടോ പ്രാദേശിക കച്ചവടക്കാർ മുഖേനയോ ചാലോട് പ്രവർത്തിക്കുന്ന മുരുകേശ ട്രേഡേഴ്സ് എന്ന സ്ഥാപനത്തിന് കൈമാറിയിട്ടുള്ളതാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. പിഴ ഈടാക്കി തുടർ നടപടികൾ സ്വീകരിക്കാൻ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് മയ്യിൽ പഞ്ചായത്തിന് നിർദ്ദേശം നൽകി. പരിശോധനയിൽ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ടീം ലീഡർ അഷ്റഫ് PP, സ്ക്വാഡ് അംഗം നിതിൻ വത്സലൻ, ദിബിൻ CK എന്നിവർ പങ്കെടുത്തു. തളിപ്പറമ്പിൽ വാഷ് സഹിതം യുവാവ് എക്സൈസ് കസ്റ്റഡിയിൽ. പള്ളിത്താഴത്തെ P ജിതിനെയാണ് 40 ലിറ്റർ വാഷ് സഹിതം അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ KK രാജേന്ദ്രൻ അറസ്റ്റ് ചെയ്തത്. തളിപ്പറമ്പ് എക്സൈസ് സർക്കിൾ ഓഫീസിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ KK രാജേന്ദ്രനും സംഘവും അരവഞ്ചാൽ പെരുന്തട്ട ഭാഗങ്ങളിൽ നടത്തിയ റെയ്ഡിലാണ് വാഷ് കണ്ടെടുത്തത്. ചാരായം വാറ്റാൻ പാകപ്പെടുത്തിയ വാഷ് കൈവശം വെച്ചതിന് പള്ളിത്താഴത്ത് വീട്ടിൽ P ജിതിനെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. റെയ്ഡിൽ പ്രിവന്റീവ് ഓഫീസർ ഗ്രേഡ് ഷിജു VV, സിവിൽ എക്സൈസ് ഓഫീസർ ശ്രീകാന്ത് TV, ഡ്രൈവർ അജിത്ത് എന്നിവരും ഉണ്ടായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിന്റെ ഭാഗമായുള്ള ആഹ്ലാദ പ്രകടനങ്ങൾ പൂർണ്ണമായും സമാധാനപരമായി നടത്തുന്നതിന് ജില്ലാ കളക്ടർ അരുൺ K വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും സ്ഥാനാർത്ഥികളുടെയും യോഗം തീരുമാനിച്ചു. ഒരുവിധ അനിഷ്ട സംഭവം ഇല്ലാതിരിക്കാനുള്ള ക്രമീകരണങ്ങൾ പോലീസിന്റെ നേതൃത്വത്തിൽ ചെയ്യും. ജില്ലയിലെ പോളിംഗ് ഭംഗിയായും സമാധാനപരമായും പൂർത്തിയാക്കുവാൻ പൂർണ്ണ പിന്തുണ നൽകിയ പോലെ വോട്ടെണ്ണൽ ദിനത്തിലും രാഷ്ട്രീയ പാർട്ടികളുടെ പരിപൂർണ്ണ പിന്തുണ ഉണ്ടാകണമെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. പൊതുജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെയും റോഡ് ഗതാഗതത്തിന് തടസ്സം സൃഷ്ടിക്കാതെയും മാത്രമേ പ്രകടനങ്ങൾ നടത്താവൂ. ആഹ്ലാദ പ്രകടനങ്ങൾ ജില്ലയിൽ പൊതുവിൽ രാത്രി 9 മണിവരെയാണ് അനുവദിച്ചിട്ടുള്ളത്. എന്നാൽ പ്രശ്നസാധ്യത സ്ഥലങ്ങളിലെ വിജയാഘോഷ സമയപരിധി ആവശ്യമെങ്കിൽ പരിമിതപ്പെടുത്താൻ യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനായി ബന്ധപ്പെട്ട തലത്തിൽ സ്റ്റേഷൻ ഹൌസ് ഓഫീസർമാർ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം വിളിക്കും. ഈ യോഗ തീരുമാനപ്രകാരം ആവശ്യമെങ്കിൽ പ്രാദേശികമായി കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. ആഹ്ലാദ പ്രകടനം നടത്തുന്നതിന് കൃത്യമായ വ്യവസ്ഥയും നിയന്ത്രണവും യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. ജില്ലയിൽ 3 ലോക്സഭാ മണ്ഡലങ്ങളിലെ പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്നത് കണക്കിലെടുത്ത് അതിർത്തികൾ ലംഘിച്ചുള്ള ആഹ്ലാദ പ്രകടനങ്ങൾ പാടില്ലെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. വാഹന പ്രകടനങ്ങൾ തദ്ദേശ സ്ഥാപന തലത്തിൽ കേന്ദ്രീകരിക്കണം. മറ്റു പ്രദേശ പരിധിയിലേക്ക് കടക്കാൻ പാടില്ല. പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ പാടില്ല. എതിർ പാർട്ടികളുടെ ഓഫീസുകൾക്കോ നേതാക്കളുടെ വീടുകൾക്കോ മുന്നിൽ പ്രകോപനപരമായ പ്രകടനം നടത്താൻ പാടില്ല. ഒരേ സമയം ഒരു പ്രദേശത്ത് ഒന്നിൽ കൂടുതൽ പാർട്ടികളുടെ പ്രകടനങ്ങൾ അനുവദിക്കില്ല. അതിനാൽ ആഹ്ലാദ പ്രകടനം കടന്നു പോവുക വഴി പോലീസിന്റെ ഇലക്ഷൻ സെല്ലിൽ മുൻകൂട്ടി അറിയിക്കണം. വിജയാഘോഷങ്ങൾ നിയന്ത്രിക്കാൻ രാഷ്ട്രീയ
രാഷ്ട്രീയ പാർട്ടികൾ ഉത്തരവാദിത്വമുള്ള വളണ്ടിയർമാരെ നിയോഗിക്കണം. ആഹ്ലാദ പ്രകടനത്തിന്റെ ഭാഗമായി DJ പരിപാടികൾ പാടില്ല. പടക്കങ്ങൾ പരമാവധി ഒഴിവാക്കണം. ട്രാഫിക് നിയമങ്ങൾ ലംഘിച്ചുള്ള ബൈക്ക് ഓടിക്കൽ, 2-ൽ കൂടുതൽ പേർ ബൈക്കിൽ യാത്ര ചെയ്യൽ, യാത്ര ചെയ്തുകൊണ്ടുള്ള കൊടിവീശൽ എന്നിവ അനുവദിക്കില്ല. കൗണ്ടിംഗ് കേന്ദ്രത്തിന് സമീപം ഏജന്റുമാരല്ലാത്ത മറ്റ് രാഷ്ട്രീയ പ്രവർത്തകർ എത്തുന്നതും വിലക്കിയിട്ടുണ്ട്. കൗണ്ടിംഗ് കേന്ദ്രത്തിന് സമീപം ഒരു തരത്തിലുള്ള ആഹ്ലാദ പ്രകടനങ്ങളും അനുവദിക്കില്ല. ക്രമസമാധാനം ഉറപ്പാക്കാൻ യോഗം തീരുമാനിച്ച നിയന്ത്രണങ്ങൾ കർശനമായി നടപ്പിലാക്കുമെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ താഴെ തട്ടിലേക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി സ്ഥാപിച്ച ബാനറുകളും ബോർഡുകളും നീക്കാൻ, ബാക്കിയുള്ളവ ഉടൻ നീക്കം ചെയ്യാൻ ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ ശ്രദ്ധിക്കണമെന്നും അല്ലാത്തപക്ഷം പോലീസ് അവ നീക്കം ചെയ്യുമെന്നും ജില്ലാ കലക്ടർ അറിയിച്ചിട്ടുണ്ട്. വോട്ടെണ്ണലിന്റെ തലേ ദിവസം 5 മണിക്ക് മുൻപ് കൗണ്ടിംഗ് ഏജന്റുമാർക്ക് ആവശ്യമായ പാസുകൾ ബന്ധപ്പെട്ട ഓഫീസുകളിൽ നിന്നും വാങ്ങിക്കേണ്ടതാണ്. വോട്ടെണ്ണൽ ദിവസം തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ചായിരിക്കും കൗണ്ടിംഗ് ഏജന്റുമാരെ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ പ്രവേശിപ്പിക്കുക. ശക്തമായ സുരക്ഷാ സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത്. കൗണ്ടിംഗ് ഏജന്റുമാർ രാവിലെ 6 മണിക്കും 7 മണിക്കും ഉള്ളിലായി കൗണ്ടിംഗ് ഹാളിൽ പ്രവേശിച്ചിരിക്കണം. സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 6670 രൂപ, പവന് 53,360 രൂപ, വെള്ളി 97 രൂപ. കാലാവസ്ഥ. കേരളത്തിൽ കാലവർഷം എത്തിയതിനു പിന്നാലെ ചക്രവാത ചുഴിയും രൂപപ്പെട്ട സാഹചര്യത്തിൽ അടുത്ത ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ്. ഈ സാഹചര്യത്തിൽ ഇന്ന് കേരളത്തിലെ 12 ജില്ലകളിലും യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് ഉള്ളത്. കേരള തീരത്ത് ഇന്ന് രാത്രി ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രവും അറിയിച്ചിട്ടുണ്ട്. കേരള തീരത്തും ലക്ഷദ്വീപ് പ്രദേശത്തും മത്സ്യബന്ധനത്തിന് പോകാൻ പാടുള്ളതല്ലെന്നും അറിയിപ്പിലുണ്ട്. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലെ മൃഗബലി ആരോപണം തള്ളി ക്ഷേത്രസമിതി. ശിവകുമാറിന്റെ പ്രസ്താവന 100% തെറ്റാണെന്നും ദേവസ്വം ട്രസ്റ്റി ബോർഡ് അംഗം മാധവൻ. ഇന്ന് ലോക പുകയില വിരുദ്ധ ദിനം. കേരള മദ്യനിരോധന സമിതി എക്സൈസ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് IT പാർക്കുകളിൽ ഉൾപ്പെടെ മദ്യവിതരണം തുടങ്ങാനുള്ള സർക്കാർ തീരുമാനത്തിൽ പ്രതിഷേധിച്ചു. നരേന്ദ്രമോദിയുടെ ഗാന്ധി വിമർശനം. ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് KSU പ്രതിഷേധ മാർച്ച്. പ്രതിഷേധ സൂചകമായി ഗാന്ധിജിയുടെ ആത്മകഥ പ്രധാനമന്ത്രിക്ക് പോസ്റ്റലായി അയച്ചു. വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.